വിദ്വേഷ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. ഹർജി തെറ്റിദ്ധാരണാജനകമെന്ന് വിലയിരുത്തിയ കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നും ചെയ്യുന്നില്ലെന്ന് അനുമാനിക്കാനാവില്ലെന്നും വിലയിരുത്തി. ആർ അച്യുതൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അച്യുതൻ, ആരുടെ ഹർജിയായിരുന്നു ഇത്? ഇന്നലെ മല്ലികാർജ്ജുൻ ഖർഗെ ഉൾപ്പെടെ സമാനമായ ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ചതാണ്. ഇന്ന് ഈ ഹർജി തള്ളാനിടയായ സാഹചര്യം, കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്തൊക്കെ? ഗോകുൽ, വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന് ആരോപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നുള്ളതായിരുന്നു ഹർജിയിൽ ഉന്നയിച്ച ആവശ്യം. ആ ഹർജിയായിരുന്നു ഇന്ന് ഡൽഹി ഹൈക്കോടതി പരിഗണിച്ചത്. എന്നാൽ ഈ ഹർജി പരിഗണിച്ച കോടതി അറിയിച്ചത് ഈ ഹർജി തെറ്റിദ്ധാരണാജനകമാണ്, തെരഞ്ഞെടുപ്പ് ബോഡി ഒന്നും ചെയ്യില്ലെന്ന് അനുമാനിക്കാൻ കോടതിക്ക് കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കില്ല എന്ന് കരുതുവാനും കോടതിക്ക് കഴിയില്ല. അവരവരുടെ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബോഡിയാണ്. അതുകൊണ്ട് തന്നെ അതിൽ കോടതിക്ക് ഇടപെടാനാകില്ല എന്ന സാഹചര്യം കൂടി വ്യക്തമാക്കുകയുണ്ടായി. ഇതെല്ലാം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയത്. ഗോകുൽ, ശരി. ആർ അച്യുതനാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വിദ്വേഷ പ്രസംഗത്തിൽ നടപടി എടുക്കുന്നില്ല, കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഡൽഹി ഹൈക്കോടതി തള്ളിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ ഒരു ഹർജിയായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി ഇടപെടുന്നില്ല എന്ന ആക്ഷേപം കോടതി തള്ളുകയാണ്.